ഹലോ, എനിക്കിന്നൊരു കല്യാണം ഉണ്ട് ട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു സാരി ഒക്കെ ഉടുത്ത് പോവാന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഉടുത്താൽ ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ഉടുത്തേ. ഈ ബ്യൂട്ടി പാർലർ എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് പോലും ഉടുക്കലും വരലൊക്കെ വേഗം കഴിഞ്ഞു ട്ടാ. ഇതാട്ടോ എന്റെ സാരി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ മുന്നേ എപ്പോഴും സാരി ഒക്കെ ഉടുക്കായിരുന്നു ട്ടാ. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് വണ്ണം വെച്ചതിന് ശേഷം സാരി ഒന്നും ഉടുക്കാറില്ല. പിന്നെ ഓണത്തിനൊന്നും ഉടുത്തായിരുന്നു, പിന്നെ ഇപ്പഴാട്ടോ എടുക്കണേ. ഞാനാണെങ്കിൽ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇടുന്നില്ല. ഒരു ജുംക്കയും ഒരു റിങ്ങും മാത്രമേ ഇടണുള്ളൂ. അങ്ങനെ ഞാൻ റെഡിയായി. പിന്നെ എന്റെ സായതിനെ റെഡിയാക്കിട്ടാ. പിന്നെ കുറച്ചേരം അങ്ങനെ പിക്ക് റെഡി ആയി വന്ന് ഞങ്ങൾ മൂന്നാളും കൂടെ കല്യാണത്തിന് ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാളിലെത്തി. ഇവരൊക്കെ എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സ് ആട്ടോ. പിന്നെ ഇത് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച സാറാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുകളിലുള്ള ഹാളിൽ തന്നെയായിരുന്നു കല്യാണം. ഈ ഹാളിൽ വെച്ച് തന്നെയായിരുന്നു എന്റെ കല്യാണം. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വന്ന് നേരെ സ്റ്റേജിൽ കയറിയിട്ടാ. കല്യാണ പെണ്ണ് എന്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണ് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടാ. ഏതായാലും സാരി കൊടുത്ത് ഇറങ്ങിയതല്ലേ, അപ്പൊ അതൊന്നും മുതലാക്കാണ്ട് പോയി ശരിയാവില്ല. അവിടുന്ന് എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിട്ട് നേരെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയിട്ടാ. ഇവരൊക്കെ ആയിട്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ വീടിന്റെ അടുത്താണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിട്ട് പഠിച്ചേ. പിന്നെ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അവിടെയാണ് ഒടുക്കത്തെ വെയിലായിരുന്നു. എങ്ങനെയാണ്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് തീർത്ത് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ ഇവള് വീട്ടിൽ കൊണ്ടുവിട്ട് ഞങ്ങൾ ലൈം കുടിക്കാൻ പോയിട്ടാ. ഇവളെയും വിളിച്ചതായിരുന്നു. ഇവൾക്ക് എന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് മുങ്ങി. എനിക്കാണ് ഈ വെയിലത്ത് നിന്നിട്ട് ദാഹിച്ചിട്ട് വേണ്ടായില്ലാട്ടാ. എന്നിട്ട് ഞാൻ 2 ഫ്രഷ് ലൈം മേടിച്ചു കുടിച്ചു. ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പൊ ഇത്രയുള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം.